بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി ഈ വസല്ലം റമളാനിലെ അവസാനത്തെ ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിൻ്റെ നൂറാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മലായിക്കത്തുകളും ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ ഇറങ്ങുന്ന നേരം അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തിലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും 1000 മാസം ഇബാദത്ത് ചെയ്തതിനേക്കാളും പ്രതിഫലം നൽകുമെന്നാണ്. തീർച്ചയായും 27-ാം രാവാണ്. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബമിത്രാദികൾ എല്ലാവരും ഇന്ന് നമ്മളെ കൂടെയില്ല. അവരെല്ലാം അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചു. തീർച്ചയായും അവരുടെ ഖബറിലേക്ക് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നിങ്ങൾ ആ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകാമെങ്കിൽ അല്ലാഹു ഏറെ സന്തോഷിക്കുന്നതാണ്. ഹബീബായ തങ്ങളേറെ സന്തോഷിക്കുന്നതാണ്. തീർച്ചയായും നാം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവർ സന്തോഷിച്ച് നമ്മുടെ പാവങ്ങൾ പൊറുക്കാൻ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. തീർച്ചയായും നാം ഈ ദിവസം പാഴാക്കാതെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുവാൻ നാം ഓരോ നിമിഷവും, അതേ കണക്ക് തന്നെ നമ്മുടെ ഇണകൾക്ക് അവർക്കൊരു ചുംബനം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ പിഞ്ചുമക്കൾക്ക് അവർക്ക് വേണ്ടിയും അല്ലാഹുവിനോട് ഖേദിച്ചുകൊണ്ട് നല്ല ആഖിബത്ത് നന്നാക്കുവാനും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുവാനും എല്ലാം നാം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് വെള്ളം തന്നവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, നല്ലൊരു വാക്കുകൊണ്ട് ഉപദേശിച്ചവരുണ്ട്. അവർക്കെല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹ് നീ നൽകണം നാഥ. തീർച്ചയായും ഈ ദിവസത്തിൽ ധാരാളം സൂറത്തുൽ ഖദർ നാം ഓതിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ഓരോ നിമിഷവും ഹബീബായ തങ്ങളുടെ പേരിലേക്ക് സ്വലാത്തുകൾ ചൊല്ലിയും നാം ഈ ദിവസം ധന്യമാക്കുക, അഥവാ ഹയാത്താകുക. തീർച്ചയായും അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഒരു 70 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതി നമ്മുടെ ഹാജത്തുകൾ നിറവേറുവാനും നമ്മുടെ പാവങ്ങൾ കൊഴിഞ്ഞു പോവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനും വേണ്ടി അതോതി ഹബീബായ തങ്ങളുടെ പേരിലേക്കും അവിടുത്തെ സഹാബത്തിന്റെ പേരിലേക്കും ബദരീങ്ങളുടെ പേരിലേക്കും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ പേരിലേക്കുമെല്ലാം നാം ഇത് മനസ്സിൽ